ഒരു കാര്യം എനിക്ക് മൃദുലയിൽ നിന്ന് നേരിട്ട് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ ഒന്ന് നേരിൽ കാണാന്ന് വിചാരിച്ചത്. ഇന്ദുവിനെ ഒന്ന് കാണണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാ ഞാനതിന് ശ്രമിക്കാതിരുന്നത്. ഞാൻ ഡോക്ടറെ തെറ്റു പറയില്ല. സീനിയർ ഡോക്ടറുമായി മൃദുല എടുക്കുമ്പോ ഞാൻ പിക്ചറിലില്ലല്ലോ. ഇല്ല, ഇന്ദുവുമായുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം രാഹുലും ഞാനും അടുത്തത്. നിങ്ങൾ തമ്മിൽ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദുവിനെ നഷ്ടപ്പെട്ടതിന്റെ ഫീലിംഗ്സ് ആണ് രാഹുലിനുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നിരിക്കണം എന്നിലേക്കുള്ള രാഹുലിന്റെ വരവെന്ന് പറയാം. എന്നാ ഞാൻ ലീവിന് നാട്ടിൽ പോയ 2 ദിവസം രാഹുൽ എന്നെ പൂർണ്ണമായും മറന്നു. ആ 2 ദിവസങ്ങളിലും രാഹുൽ ഇന്ദുവിന്റെ മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കായിരുന്നു. അതെ, ആദ്യ ദിവസം തന്നെ രത്നപ്രഭ ആന്റിയുടെ കൂടെ രാഹുലേട്ടനെ കണ്ടപ്പോ ഞാനടക്കം എല്ലാരും കരുതിയത് അത് രാഹുലേട്ടന്റെ ഒരു തിരിച്ചുവരവായിരിക്കുന്ന. മൃദുലയുമായി ബന്ധമുണ്ടെന്ന് ഒരു സൂചന പോലും രാഹുലേട്ടൻ ആർക്കും നൽകിയില്ല. അതിലൂടെ നമ്മൾ രണ്ടുപേരെയും ആ മനുഷ്യൻ വഞ്ചിക്കായിരുന്നില്ലേ? രാഹുലിന് അവന്റേതായ ന്യായീകരണങ്ങളുണ്ട്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവനിപ്പോ പേടിയാ. ഇന്ദുവിന്റെ വീട്ടുകാരിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്നാ രാഹുൽ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണോ മൃദുല ആ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത്? അതുമാത്രമല്ല, ഇന്ദുവിന് വേണ്ടി ചിലര് എന്നോട് പിന്മാറാൻ റിക്വസ്റ്റ് ചെയ്തു.